ഉണ്ട് അമ്മ. ആ വപ്പാല് 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 അമ്മ. അയ്യോ ഇതാ വപ്പാല്. ഇത്രയും വപ്പാലാ ദൈവമേ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു 700 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. ഈ ഒരു അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഒരു പ്രത്യേകത, ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതാണ് ഭൂമി. ഈ ഭൂമിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിലാണ് ഇവിടുത്തെ വിഗ്രഹം സ്ഥിതി ചെയ്യേണ്ടത് കേട്ടോ. ഏകദേശം 700 വർഷത്തോളം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിജയനഗര സാമ്രാജ്യം യുദ്ധം ചെയ്ത് തകർന്ന ശേഷം 500 വർഷത്തോളം ഇവിടെ മൊത്തം ഈ അമ്പലം മൊത്തം കാട് പിടിച്ച് മണ്ണിനടിയിലായിരുന്നു. അതിന് ശേഷമാണ് ഇത് കണ്ടുപിടിച്ചിട്ട് പിന്നെയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഉള്ളിൽ നല്ല കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ഒരു വർഷം മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ ഒരു അമ്പലം കിടക്കുന്നത് കേട്ടോ. മൊത്തം ഉള്ളിൽ മൊത്തം തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ പറഞ്ഞാൽ ട്രൈപോഡ് അലോഡല്ല. ട്രൈപോഡ് ഇവിടെ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ട്രൈപോഡ് അലോഡ് ചെയ്യണില്ല. ഇവർ വീഡിയോ എടുക്കാനും സമ്മതിക്കുന്നില്ല. എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനുള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ വർഷം മുഴുവനും അവിടങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് വെള്ളം നിറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഈ വെള്ളം മഴവെള്ളം കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എങ്ങനെ വർഷം മുഴുവനും ഇവിടെ വെള്ളം കെട്ടി നിൽക്കണമെന്നാണ് അറിയാത്തത്. അതുപോലെ തന്നെ ഈ അമ്പലം നശിച്ചു പോയി എന്ന് പറഞ്ഞില്ല. നശിച്ചു പോയ സമയത്ത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നതാണ്. പക്ഷേ ഗവൺമെൻറ് എല്ലാം ശരിയാക്കാവുന്നതിൻ്റെ ഒരുവിധം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പല ഭാഗങ്ങളും ഇതുപോലെ ചിന്നിച്ചെതറി കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അമ്പലമാണ്. പക്ഷെ എന്നാലും ഉള്ള കൊത്തുപണികളൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഗവൺമെൻറ് ശരിയാക്കാൻ നോക്കിയതാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരുപാട് ചെതറി കിടക്കുന്നുണ്ട്. ഒരു സംഭവം നിങ്ങളൊന്ന് നോക്ക്. ഒരു അമ്പലമാണ് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട്. ഇവിടെ ഫുള്ള് ഡാർക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊന്നും ഒന്നും കാണില്ല. ഇവിടെയൊക്കെ എന്താണോ അപ്പോൾ ദൈവമേ, ഇവിടെയൊക്കെ എന്തൊക്കെയോ മുന്നിട്ട്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നത്. എല്ലാവരും എനിക്ക് കണ്ണും കൊണ്ട് നേരെ കാണുന്നില്ല ഫ്ലാഷ് ലൈറ്റ് ഇല്ലെങ്കിൽ. ഇതൊക്കെ എങ്ങനെ ഇവിടെ ഇതിൽ കൂടെ പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഫുള്ള് വെള്ളം. ഇവിടെ ഒരു വലിയ നന്ദി, അതിൻ്റെയും ഉള്ളിലാണ് ഇവിടെ കാണണം കൂടിയില്ല. അതിൻ്റെ ഉള്ളിലാണ് ശിവലിംഗം ഉള്ളത്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ വന്ന് മൊത്തം തണുപ്പ്, നല്ല തണുപ്പും. അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ പറ്റുമോ എന്തോ. അയ്യോ തണുത്തിട്ട് വയ്യ. കാലൊന്ന് മടക്കട്ടെ കേട്ടോ. കാലൊന്ന് മടക്കി വെച്ചിട്ട് വരാം. പാൻറ്റ്. ആരും ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകണില്ല കേട്ടോ. കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ട് അയ്യോ എന്തൊരു തണുപ്പാണ് അറിയോ അവിടെ. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. ഞാനാണിപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുന്നത്. കാരണം അത്രയും തണുപ്പും വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. നന്ദി കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ പകുതി മുഖം മുറിഞ്ഞു പോയിരിക്കുകയാണ്. കാരണം യുദ്ധം ചെയ്ത് തകർന്നതിന് ശേഷം ഇവിടെ മൊത്തം തല്ലിപ്പൊളിച്ച് പോയിരിക്കുകയാണ്. ഇതിനുള്ളിൽ പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ആരെങ്കിലും ചീത്ത പറയുമെന്ന് പോലും അറിയില്ല. കാല് ഞാൻ പാൻറ്റ് മടക്കിയിട്ടും ഇത്രയ്ക്ക് നനഞ്ഞിരിക്കുകയാണ്. ഇത്രയ്ക്ക് ഇവിടെ നിന്ന് പോലും കാണാൻ പറ്റില്ല. വവ്വാലൊക്കെ അതിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. വവ്വാലാണ് ഫുള്ള്. ഇത്രയും വെള്ളം എവിടെ നിന്ന് വന്നു എന്നാണ് അറിയാത്തത് എനിക്ക്. ഇവിടെ എങ്ങനെ വെള്ളം കെട്ടുന്നത്? കാരണം ഇവിടെയൊക്കെ മൊത്തം മതിൽ വെച്ച് കെട്ടിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഇവിടെ വെള്ളം വന്നു എന്നാണ് എനിക്കറിയാത്തത്. ഞാൻ വന്നതിന് ശേഷമാണ് ഇവരൊക്കെ എല്ലാവരും വന്നത് കേട്ടാ. എന്താണെന്നറിയില്ല. ഉള്ളിൽ കയറിയ വവ്വാലുകൾ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. എന്താ പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ഒരു ഭീകര അന്തരീക്ഷവും പ്ലസ് ഒരു അമ്പലത്തിൻ്റെ ഇതുണ്ടാ. ഉള്ളിൽ കയറി അധികം പറയുമോ ആരെങ്കിലും ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഒരു അമ്പലത്തേക്ക് ആദ്യമായിട്ടാണ് ഒരു എക്സ്പീരിയൻസ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. ഇതിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് പോയി അവിടെ ഒരു അമ്പലം ചെറുതായിട്ട് കാണുന്നുണ്ട്, കണ്ണിൽ കാണുന്നുണ്ട്. പക്ഷെ ക്യാമറയിൽ കാണുന്നില്ല. ചെറിയ കുട്ടി ശിവലിംഗമാണ്. ഒരു വേറെ എക്സ്പീരിയൻസ് ശരിക്കും. അതുപോലെ തന്നെ ഈ അമ്പലത്തിന് വെളിയിലുള്ള ചെറിയ അമ്പലങ്ങളിലൊന്നും വിഗ്രഹം പോലും കാണാനില്ല കേട്ടോ. വിഗ്രഹത്തിന് പകരം വിഗ്രഹം വെക്കുന്ന സ്ഥലത്ത് കരിങ്കലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിലെത്താൻ വേണ്ടിയിട്ട് വേറൊരു വഴി ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ഇതിൽ കൂടെ കയറി പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെത്തും തോന്നണോ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ കേട്ടോ. ആരെയും കണ്ടാൽ എന്തെങ്കിലും പറയുമോ എന്തോ. എന്തായാലും കുഴപ്പമില്ല. എനിക്കിത് ക്യാമറയിൽ നോക്കുമ്പോഴാണ് ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഇതിനുള്ള എങ്ങനെയാണ് എന്താണ് അപ്പം പോകാൻ പറ്റുമോ, വവ്വാല് വല്ല ഉണ്ടാവുമോ, കടിക്കുമോ എന്നൊന്നും അറിയില്ല. ഫ്ലാഷ് ഓൺ ആക്കാനും പറ്റുന്നുണ്ടല്ലോ. പേടിയാണ്. ഒറ്റ മിനിറ്റ് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വരാം. പാമ്പോ വലിയോ ഉണ്ടാവോ എന്നാണ് എനിക്ക് പേടി. ഇതിൻ്റെ ഉള്ളൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ, ആരെയും കണ്ടാൽ ചീത്ത പറയുമോ തെറി പറയുമോ ഒന്നും അറിയില്ല.
ഒന്നും കാണണ്ട കേട്ടോ. എനിക്ക് ടോർച്ച് എന്തെങ്കിലും എടുത്തിട്ട് വരായിരുന്നു. കണ്ടു നോക്ക്. അത് പ്രവർത്തിക്കാത്തൊരു അമ്പലമാണ്. കയറി പോകണത് ശരിയാണോ എന്നറിയില്ല, എന്നാലും കയറി പോവാണ്. ഇതിൽ കൂടെ പോകുമ്പോൾ പേടിയാവണം. ഞാൻ അതിൽ കൂടെ പോട്ടെ, കാരണം അവിടെ ഫുള്ള് ഇരുട്ടാണ്. അതിൽ കൂടെ പോകുമ്പോൾ എനിക്ക് പേടിയാവണോ. അപ്പുറത്തേക്ക് കൂടെ പോയാൽ കിട്ടില്ല, കാരണം ഫുള്ള് ഇരുട്ടേ. ആ അത് ശരി, ഇവിടേക്കല്ലേ ഞാൻ വന്നത് കുറച്ച് മുന്നേ. ഓ ഇത് നോക്ക്, വെള്ളം നടക്കാൻ പോലും സാരമില്ല. ഉള്ളിൽ പോകാൻ പറ്റുമോ ദൈവമേ. അയ്യോ, പോയി നോക്കട്ടെ. എനിക്കതല്ല, ഇവിടുത്തെ ഗൈഡ് കാര്യങ്ങൾ ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറയുമോ? ആ കണ്ടു ഇതാ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട് കേട്ടോ അമ്പലം. വല്ല പാമ്പുണ്ടാവും, കാരണം മീനൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിലൂടെ ഇവിടെ പാമ്പുണ്ടാവും എന്നാണ് പേടി. ഇവിടെ കാണണ്ടെന്ന് അറിയാം. എൻ്റെ ഫോണിൽ ക്ലിയർ ചെയ്തിട്ട് അവിടെ ഒരു ശിവലിംഗം ഉണ്ട്. അതിന് മേലേക്ക് പോകാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല. അവിടെ എന്തെങ്കിലും ഇനി വല്ല പാമ്പോ വല്ല ഉണ്ടെങ്കിലോ, കാരണം അവിടെ മീൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. എല്ലാവരും എന്നെ ഒരുമാതിരി നോട്ടം അവിടെ നിന്നൊക്കെ നിരന്തരം കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ബബാലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടാ. അവിടെ ഫുള്ളൊരു ഭയാനക അന്തരീക്ഷം ചെറുതായിട്ട്. അതുകൊണ്ട് തന്നെ ആരും ഉള്ളിലേക്ക് വരില്ല. ഇത്ര നേരം വന്ന ടൂറിസ്റ്റുകളിൽ ഞാനാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. വേറൊരു ആളും കയറിയിട്ടില്ല. കാരണം എല്ലാവർക്കും പേടിയാണ് തോന്നുന്നു. ഒരു വല്ല ഫോറിനേഴ്സ് പോലും അവിടെ നിന്നാണ് ഫോട്ടോ എടുത്തിട്ട് പോയി. പക്ഷെ ഞാൻ ഉള്ളിൽ കയറി എല്ലാം കണ്ടു കേട്ടാ. ഇത്രേ ഉള്ളു സംഭവം അമ്പലം. പക്ഷെ ശരിക്കും ഒരു ശിവൻ്റെ അമ്പലമാണെന്ന് പറയില്ലെന്നേ. കാരണം അത്രയും പ്രവർത്തിക്കാണ്ട്. അമ്മ വപ്പാല് അമ്മ, അയ്യോ ഇതാ വപ്പാല്. ഇത്രയും വപ്പാലാ ദൈവമേ. ഉറങ്ങാണ് തോന്നണം, ശല്യപ്പെടുത്തണ്ട. ഔ ദൈവം, ഇതിൻ്റെ മേലെയൊക്കെ വവ്വാലാണ്. വല്ല കടിച്ച വല്ല പണി കിട്ടും. എനിക്കിത് അറിയണ്ടേ. അയ്യോ, ഇപ്പം മനസ്സിലായില്ലേ ഈ അമ്പലത്തിന് എന്തോ ഇതുണ്ടെന്ന്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി കുറേ പോയിന്റുകൾ കുറേ എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഇതിനുള്ളിൽ. പക്ഷെ വവ്വാലും ഇരുട്ടും ഒന്നും കാണില്ല. ചെറിയൊരു കുഞ്ഞായിട്ടുള്ള ഒരു ശിവലിംഗമാണ്. അത് അണ്ടർഗ്രൗണ്ടിൽ നശിച്ചപ്പോൾ ഫുള്ള് എന്താ പറയുക മണ്ണിനടിയിൽ പെട്ടുപോയിട്ട് പിന്നെ പ്രവർത്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാട് പിടിച്ച പോലെയും വെള്ളവും മീനും വല്ല പാമ്പോ വലിയ ഒന്നും ഉണ്ടോ അറിയില്ല. കാരണം വവ്വാലടക്കം ഉണ്ട്. വല്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടോ പോലും അറിയില്ല. ഇനി അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു പേടി. അപ്പോൾ ഞാൻ പോയിട്ട് ഒന്നുകൂടി നോക്കട്ടെ. എന്തെങ്കിലും കിട്ടിയ പറഞ്ഞാൽ ഒന്നും കൂടി വീഡിയോ ഇടാട്ടാ. ഇപ്പോൾ ഈ ഒരു അമ്പലത്തിനെ പറ്റി പറയണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞൊരു വേറെ ഫീൽ കിട്ടുക. കാരണം ഉള്ളിൽ ഫുള്ള് വവ്വാല്, ചുവട്ടിൽ ഫുള്ള് വെള്ളത്തിനുള്ളിൽ ഫുള്ള് മീൻ. ഇനി പാമ്പോ വലിയ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അതാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടാ. ഞാൻ പെട്ടെന്ന് അറിഞ്ഞില്ല വവ്വാൽ മേലെ ഉണ്ട് എന്നുള്ളത്. കാരണം അങ്ങനെ പറന്ന് വരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു അടിപൊളി ഇത് കിട്ടുക. കാരണം അപ്പം അതിന് അതേപോലെ അതിൻ്റെ ഉള്ളിൽ കാണിച്ച ഒരു ചെറിയ ശിവലിംഗം മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇതുപോലത്തെ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഉള്ള ശിവലിംഗങ്ങളൊക്കെ എല്ലാം എടുത്തിട്ട് പോയിരിക്കുകയാണ്. യുദ്ധം ചെയ്തിട്ട് തകർന്നിരിക്കുകയാണ്. കണ്ടില്ല, അവിടെ കല്ലൊക്കെയാണ് വെച്ചിരിക്കുന്നത്, കരിങ്കല്ലാണ് വെച്ചിരിക്കുന്നത്. എന്താ പറയുക, ഒരു വേറെ സംഭവം കേട്ടോ. ഹംപിക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട് പറഞ്ഞാൽ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിട്ടാ. കാരണം ആ വെള്ളമൊക്കെ എന്ത് തണുപ്പാണ് അറിയാം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ എടുത്തിട്ട് കാലിലൊഴിക്കില്ല, ആ ഒരു തണുപ്പുണ്ട് വെള്ളത്തിന്. ഞാനാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അതിന് ശേഷമാണ് എല്ലാവരുടെയും ഞാനാണ് 2 ഫോറിനേഴ്സിനെ അതിൻ്റെ ഉള്ളിലേക്ക് ആ കുഴപ്പമില്ല കയറാമെന്ന് പറഞ്ഞിട്ട് അവരിനെ കയറ്റിയത്. ഞാൻ കയറിയതിന് ശേഷമാണ് എല്ലാവരും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഹംപി വരികയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്പലം കൂടി കാണും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.